അബിൻ വർക്കിയിലേക്ക് നമ്മൾ പോകുന്നു. നിങ്ങളുടെ വിജയത്തെ CPM കണക്കാക്കുന്നത് ഒരു മഴവിൽ സഖ്യത്തിന്റെ വിജയമായിട്ടാണ്, വർഗീയതയെ കൂട്ടുപിടിച്ച് നേടിയ വിജയമായിട്ടാണ്. അത് തന്നെയാണ് അല്പസമയം മുമ്പ് പിണറായി വിജയനും പറയുന്നത്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കണക്ക് മുന്നിൽ വെച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ വർഗീയതയാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറയാതെ തോൽവി അംഗീകരിക്കുകയും ആ തോൽവിയിൽ നിന്ന് വിജയിച്ചവർക്കൊരു ആശംസയൊക്കെ നേടി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് സാമാന്യ മര്യാദയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും രാഷ്ട്രീയ പൊതുപ്രവർത്തകരും ചെയ്യേണ്ടത്. പാലക്കാട്ടെ വിജയം എന്ന് പറഞ്ഞാൽ ഇവർ നടത്തിയ കുപ്രചരണങ്ങൾക്കെതിരെയുള്ള വിജയമാണ്. BJPയും CPMഉം മാത്രമല്ല, കേരളത്തിലെ ചില മുഖ്യധാര മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും കോൺഗ്രസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ. മാധ്യമങ്ങൾ പുലർത്തേണ്ട ഒരു സാമാന്യ നീതി അത് കോൺഗ്രസിനോട് നിങ്ങളുടെ ചാനലിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായില്ല എന്നുള്ള ഒരു ഔദ്യോഗിക വക്താവിൻ്റെ ഞാൻ അഭിപ്രായവും പങ്കിടുകയാണ്. ഞങ്ങളുടെ ഒരു നിലപാടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇങ്ങനെ CPMൻ്റെയും BJPയുടെയും കുപ്രചരണങ്ങൾക്കൊപ്പം തന്നെ മാധ്യമങ്ങളുടെ പല കുപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് 18,000 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വരുന്നത്. അല്ലെങ്കിലും നീയൊന്നും തന്നെ അർഹിക്കുന്നില്ലടാ. ഇവിടെ മുസ്ലിമിനെ ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സുപ്രഭാതത്തിലും സിറാജിലും പരസ്യം കൊടുത്ത CPM അത് ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. പാലക്കാട് വോട്ട് ചെയ്തത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ജാതിയുള്ളവനും ജാതി ഇല്ലാത്തവനും മതമുള്ളവരും മതമില്ലാത്തവനും എല്ലാം ചേർന്ന മനുഷ്യരാണ് വോട്ട് ചെയ്തത്. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാ. ആ മനുഷ്യൻ വോട്ട് ചെയ്തത് ഈ നാട്ടിലെ കേരള സർക്കാരുകളുടെ ജനവിരുദ്ധതയ്ക്കെതിരായിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്, ഷാഫി പറമ്പിലിന്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയാണ്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു. ജയ്ക്ക് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി SDP എന്നോ ജമാഅത്തെ എന്നോ RSS എന്നോ പറഞ്ഞവയെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? അതുകൊണ്ടാണ് മഴവിൽ സഖ്യമെന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അവർ ഉന്നയിക്കുന്നത്. അബിൻ, ഞങ്ങൾ SDP ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും RSS ആയാലും വർഗീയപരമായി നിലപാടെടുക്കുന്ന ഏതൊരു കക്ഷിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ഒന്ന് വഴങ്ങണം, ഒരൊറ്റ ചോദ്യം മാത്രം. ജയ്ക്ക് ആ ചോദിച്ചോളൂ. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ, വർഗീയ കക്ഷിയുടെ പേര് പറയാൻ നിങ്ങൾക്ക് എന്താ മടി? SDP-യും ജമാഅത്തെ ഇസ്ലാമിയും RSSഉം വർഗീയമാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് പ്രയാസം? അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. ജയിക്ക് ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ ചവറ്റുകൊട്ടയിൽ ഇടാനുള്ളതല്ല. 96-ലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായമുള്ളത് ഇടതുപക്ഷത്തിന് സഹായകരമായി എന്നുള്ളത്. ജമാഅത്തെ ഇസ്ലാമി കാലാകാലങ്ങളാക്കി ഇടതുപക്ഷത്തിന് ഓപ്പൺ സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്ഥാനമാണ്. ഹുസൈൻ രണ്ടത്താണി എങ്ങനെയാണ് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വന്നതെന്നും അബ്ദുൾ നാസർ മദനിയും പിണറായി വിജയനും വേദിയിലിരുന്നുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതും ഈ നാട് കണ്ടതാണ്. നിങ്ങൾ വന്ന് ഇവിടെ ഈ വർഗീയതയ്ക്കെതിരെയുള്ള ചാരിത്ര പ്രസംഗം നടത്തിയാൽ അതൊക്കെ ആരുടെ ചാരിത്ര പ്രസംഗമാണെന്നൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം എന്ന് മാത്രമേ ജയിക്കിനോട് പറയാനുള്ളൂ. ഇവർ ഇന്നല്ലേ മഴവിൽ സഖ്യത്തിന്റെ കാര്യം പറയണേ. ഇന്ന് രാവിലെ 7:59 വരെ ജയിക്കിന്റെ പാർട്ടിയുടെ നിലപാട് ഇതല്ലായിരുന്നു വരുണേ. ജയിക്കിന്റെ പാർട്ടിയുടെ നിലപാട് വടകരയും പാലക്കാടും തമ്മിൽ ഡീൽ എന്നുള്ളതായിരുന്നു. വടകരയിൽ ഷാഫി പറമ്പിലിനെ വിജയിപ്പിച്ചതിന്റെ പകരമായി പാലക്കാട് BJPയെ കോൺഗ്രസ് ജയിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ ഡീല്. ആ ഡീൽ ഇന്ന് റിസൾട്ട് കഴിഞ്ഞപ്പോൾ എന്താണ്? മഴവിൽ സഖ്യമായി. അതോടൊപ്പം തന്നെ പാലക്കാട് തൃശ്ശൂർ ഡീൽ എന്നുള്ള രീതിയിൽ നിലപാട് മാറ്റി. ഇവൻ ശരിയല്ല. ഈ ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ നിലപാട് മാറ്റിയതാരാ? എണീറ്റ് വരണ്ടേയിരുന്നു. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ പറയണം വടകര പാലക്കാട് ഡീൽ എന്നുള്ളത് നിങ്ങൾ വെറുതെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്ന് പറയാനുള്ള മാന്യത എങ്ങനെ നിങ്ങൾ കാണിക്കണം. എന്നിട്ട് വേണം ഇവിടെ വന്ന് അടുത്ത മഴവിൽ സഖ്യത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ അബിൻ, SDP നടത്തിയ പ്രകടനം കോൺഗ്രസിന്റെ മതേതര വോട്ടുകളുടെ മുഖത്തേറ്റ പ്രഹരമായിരുന്നില്ലേ? എന്താ നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? എങ്ങനെയാണ് അവരുടെ 18,000 വോട്ടിന് വിജയിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ അടുത്ത്
ആകെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് വോട്ടുള്ള SDPIക്കാർ ഒരു പ്രകടനം നടത്തിയാൽ അത് മങ്ങലേൽപ്പിച്ചുവെന്ന്, അതാണ് ഞാൻ ശ്രീ അരുണും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിനോടുള്ള വിയോജിപ്പ് ഞാൻ ആദ്യം രേഖപ്പെടുത്തിയത്. അതാണ് വെറും തറയാ. കാരണം നിങ്ങളുടെ ഒരു റിപ്പോർട്ടിന്റെ ആദ്യത്തെ ടാഗ് ലൈൻ എന്താണ്? UDF വിജയത്തിന് പിന്നിൽ SDPI വോട്ട് അതിപ്രധാനം. നിങ്ങളുടെ ഒരു ടാഗ് ലൈനാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കോൺഗ്രസിന്റെ മേൽ അങ്ങനെ ഒരു ചാപ്പ കുത്താമെന്നാണോ? അത് പിന്നെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJPയുടെ വോട്ടുകളിലേക്ക്, അതായത് ഹൈന്ദവ ന്യൂട്രൽ വോട്ടുകളിലേക്ക് കടന്നു കയറി ആ വോട്ടുകൾ പിടിച്ച് 18,000 വോട്ടിന് വിജയിച്ച് നിൽക്കുന്ന ഒരു സ്ഥാനത്താണ് നിങ്ങൾ പറയുന്നത് SDPIയുടെ ഏതോ വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾ കാരണമാണ് UDF ജയിച്ചത് എന്ന് നിങ്ങൾ പറയുന്നത്. അതും മാത്രമല്ല, അരുൺ ഇന്ന് വളരെ സീരിയസ് ആയ ഒരു ഒഫൻസീവ്, സീരിയസ് ആയ ഒരു കമന്റ് പറഞ്ഞു. അതായത് SDPI ഉൾപ്പെടുന്ന UDFന്റെ ആളുകൾ അവിടെ സംഘർഷമുണ്ടാക്കി. താങ്കളുടെ വാക്കുകളാണ്. എന്താ ഉറക്കം വരുന്നു? താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ ഗുരുതരമായ പിഴവാണ്. SDPI ഉൾപ്പെടുന്ന UDFന്റെ ആളുകൾ അവിടെ CPM DC ഓഫീസിന് മുമ്പിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊരു വാക്ക് താങ്കൾ പറഞ്ഞു. താങ്കൾ എങ്ങനെയാണ് താങ്കൾക്കത് പറയാൻ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് 2 വിഷയങ്ങളിൽ ആഘോഷിക്കാൻ വന്നു. ആ SDPI പ്രവർത്തകർ പടക്കം പൊട്ടിച്ചാൽ ഞങ്ങൾക്ക് എന്ത്? ഞങ്ങൾ ഇതിന്റെയൊക്കെ ഓണർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണ് അരുൺ? വിരലിൽ എണ്ണാവുന്ന ഇവരുടെ വോട്ടിന്റെ പിന്തുണ കൊണ്ടാണോ 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കുന്നത്? വിരലിൽ എണ്ണാവുന്ന ഇവരുടെ വോട്ട് കൊണ്ടാണോ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP എന്നെന്നും ലീഡ് പിടിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 4,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾ നേടിയെന്ന്? വിരലിൽ എണ്ണാവുന്ന ഇവരുടെ വോട്ടും കൊണ്ടാണോ ഞങ്ങൾ പിരായിരിയിലും മറ്റ് മാത്തൂരും ഞങ്ങൾ ലീഡ് ചെയ്തത്? നിങ്ങൾ എന്താണ് പറഞ്ഞു വെക്കാൻ? BJPയെ തകർത്തുകൊണ്ട് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന ഒരു പാർട്ടിയെയും ഒരു സ്ഥാനാർത്ഥിയെയും ഏതാനും ഒരു SDPIയുടെ ഏതോ ഒരു വോട്ടുകൾ ആരോ ചെയ്തു എന്നും പറഞ്ഞ് അവരൊരു മുദ്രാവാക്യം വിളിച്ചു എന്നും പറഞ്ഞ് അതിൻ്റെ മേൽ ചാപ്പ കുത്തിക്കൊണ്ട് ഈ വിജയത്തിന്റെ ശോഭ കെടുത്താനാണോ, അല്ലെങ്കിൽ ഈ വിജയം അംഗീകരിക്കാതിരിക്കാനാണോ? ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പാലക്കാട്ടെ ജനത വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങളോട് പറയേണ്ടി വരും, നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ്. കാരണം നിങ്ങൾ ഇതേവരെ പറഞ്ഞ എല്ലാ വാദങ്ങളും തെറ്റിപ്പോയതിന്റെ പ്രതിഫലനമാണല്ലോ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഈ തരത്തിൽ വന്നത്. ജയിക്കേ ആ ചോദിച്ചോളൂ. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ദീർഘകാലമായി ഇവർ ഏത് സംവാദത്തിലും വരുമ്പോൾ ഇവർ സ്ഥിരം പറയാറുള്ളതാണ്, ഒരു 1996 ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ പിന്തുണയെ ഞങ്ങൾ സ്വാഗതം ചെയ്തു എന്നല്ലേ? നമുക്ക് ആ എഡിറ്റോറിയൽ തന്നെ എടുത്ത് ചർച്ച ചെയ്ത് കളയാം. ദീർഘകാലമായി ഇങ്ങനൊരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങ് പറഞ്ഞ എഡിറ്റോറിയലിൽ ഞങ്ങളുടെ പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി എഴുതുന്നതാണ്, ലോകത്തെവിടെ പ്രശ്നം ഉണ്ടായാലും സ്വന്തം മതത്തിന്റെ വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു വർഗീയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ വോട്ട് മേടിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയലിന്റെ ഒരു വാക്ക്, ആ വാക്ക് ഏതായാലും ജയിക്ക് തള്ളി പറഞ്ഞല്ലോ. എന്താ തള്ളി പറയാത്തതെന്നറിയാവോ? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDFന് കിട്ടിയത് LDF ഭരണത്തിൽ വരുന്നത് ഉപകാരപ്രദമായിരുന്നു എന്നാണ് ആ വാക്ക്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ 4 വർത്തമാനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് മാത്രമല്ല 2011 നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സംരക്ഷണം മേടിച്ചവരാണ്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ചവരാണ്. അന്നൊന്നും തള്ളി പറയാത്ത അമീറിനെ നേരിട്ട് കണ്ടപ്പോ രമേശ് ചെന്നിത്തല വിമർശിച്ചപ്പോ രമേശ് ചെന്നിത്തല വിമർശിച്ചത് പിണറായി വിജയനാണ് ഇന്ന് മുഖ്യമന്ത്രി. അപ്പോ അന്നൊന്നും ഇല്ലാത്ത നിങ്ങളുടെ മതേതരത്വ ബോധം ഇന്നിവിടെ വിളമ്പാൻ വന്നാൽ അതൊക്കെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിൽ പോയിട്ടില്ല. ചരിത്രമുള്ള എല്ലാവർക്കും അറിയാം. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.